Praise the Lord. 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 ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്തൃകൃപയിൽ ആശ്രയിച്ച് ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ കൊച്ചുവമ്പാർഷ, മറ്റെല്ലാം എത്രയും ആദരണീയരായ ദൈവദാസന്മാർ, ഏവരെയും അതിവേഗത്തിൽ പുനരാഗമിക്കാൻ പോകുന്ന ശ്രീ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി ഉപവാസപ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ സെക്ഷനിൽ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും കർത്താവിനോട് അടുത്ത് ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിന് വിച്ഛേദനം ഭവിപ്പിക്കുന്ന ആയിരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ആ പ്രതികൂല സാഹചര്യത്തെ ദൈവത്തോടടുക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ പോരാട്ടത്തിൻ്റെയും പിന്നിൽ പിശാചിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: കർത്താവിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ വിച്ഛേദിപ്പിക്കുക, മാറ്റുക. പിശാചിന് ഭൗതികത്തെ തൊട്ടായാലും ശരീരത്തെ തൊട്ടാലും സാമ്പത്തികത്തെ തൊട്ടാലും ഏത് വിഷയത്തെ തൊട്ടാലും അവൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ: കർത്താവിനെ നമ്മളൊന്ന് തള്ളിപ്പറയണം, അല്ലെങ്കിൽ ആത്മീയതയിൽ നമ്മളൊന്ന് പുറകോട്ട് പോകണം. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കൾ, കൃപ പ്രാപിച്ച ദൈവമക്കൾ വാ തുറന്നു പറയേണ്ട ഒരടിയുറച്ച തീരുമാനം പൗലോസ് ഉറക്കെ കഷ്ടതയുടെ നടുവിൽ പ്രഖ്യാപനം ചെയ്തതുപോലെ, ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഇവയ്ക്ക് യാതൊന്നിനും അപ്പനുമായുള്ള എൻ്റെ ബന്ധത്തിന് വിച്ഛേദനം വരുത്താൻ പറ്റത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ആദിമ പിതാക്കന്മാർക്ക് പറ്റിയെങ്കിൽ, അങ്ങനത്തെ ഒരു ബന്ധത്തിനകത്തേക്ക് ഗോസ്പൽ സെന്ററിലെ ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമ്മളോട് പ്രബോധിപ്പിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന വിചിന്തനത്തിന് ആധാരമായി റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത് അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മതി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ശിക്ഷാവിധി മരണത്തിനപ്പുറമായ അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഏവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഈ ലോകത്ത് നന്മ ചെയ്ത് ജീവിക്കുകയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം തൻ്റെ ഗമനത്തെയും ആഗമനത്തെയും നടപ്പിനെ സൂക്ഷിക്കുന്ന ഭക്തന്മാർക്ക് അന്ന് പരസ്യമായി പേർ വിളിച്ച് പ്രതിഫലം നൽകുന്ന ഒരു നിമിഷമുണ്ട്. ഈ നാട്ടിലായിരിക്കുന്ന സമയത്ത് ആരും ഗവനിക്കാത്ത, ആരും മൈൻഡ് ചെയ്യാത്ത, പേരെടുത്തു പറയാത്ത എല്ലാവരുടെയും പേര് ഒരിക്കൽ പരസ്യമായി വിളിച്ച് അവരെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. അത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുഖാന്തരമായി മാറിയ ബാലന്റെ പേര് ബൈബിളിലില്ല. പക്ഷെ അവനെ പോലും പേർ വിളിക്കുന്ന നേരമുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പോലും പ്രതിഫലം വിഭജിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം.
അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് തീരുമാനപ്രകാരം ഏത് രീതിയിൽ ജീവിക്കുന്നോ അതിനനുസൃതമായിട്ടുള്ളതാണ് മരണത്തിനപ്പുറത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ആ വാക്യം പൂർണ്ണമല്ല. ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ഞാൻ വായിക്കുന്നത് ആമേൻ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോമായിട്ടിട്ട് ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ചു നടക്കുന്ന നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ക്രിസ്തുവേശുവിൽ ആയിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ആത്മീക അന്തരീക്ഷത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാതെ, ഇടം വലം മാറാതെ, അത്യുന്നതന്റെ മറവ് വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ, ആത്മനാഥന്റെ ഇഷ്ടപ്രകാരം ചുവട് വയ്ക്കാൻ തീരുമാനിക്കുന്ന തീരുമാനത്തിനകത്ത് നിലനിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാം ക്രിസ്തുവേശുവിൽ ആണ് നീ എന്ന് ഇന്ന് പകലിൽ ഈ രാത്രിയിൽ എനിക്ക് പറയാൻ പറ്റും. ഇൽ എന്നുള്ള പദം, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞതുപോയി, ഇനി നമ്മൾ പുതുതായി തീർന്നിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ മുമ്പുള്ള അധ്യായങ്ങളിൽ നിന്ന് നമ്മളൊന്ന് പുറകോട്ട് പഠിച്ച്, ആദ്യം മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ച് ആമേൻ സ്തോത്രം ആമേൻ ഇതിൽ നിന്ന് പുറകോട്ടും കൂടെ പഠിക്കണം. 8, 7, 6, 5 അങ്ങനെ പുറകോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആമേൻ സ്തോത്രം പ്രമാണത്തിൻ്റെ അർത്ഥം. ഈ ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്നലെ നമ്മുടെ കർത്തദാസൻ എന്നാൽ എന്നുള്ള പദത്തെ പറ്റി വ്യാഖ്യാനിച്ചില്ലേ? അതിന് തൊട്ടു മുമ്പുള്ള പദവുമായി എന്തൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട്, ഏതുകൊണ്ട്, അതിന് മുമ്പുള്ള ഭാഗങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ 7-ാം അധ്യായം നമ്മൾ അവൻ ഭർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഭർത്താവ്? അവൻ ന്യായപ്രമാണമെന്ന ഭർത്താവ്. പ്രൈസ് ലോർഡ്. ഓരോ പ്രമാണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ അധ്യായങ്ങളിൽ പറയുന്ന വിവിധ പ്രമാണങ്ങൾ: 1 ന്യായപ്രമാണം, 2 ബുദ്ധിയുടെ പ്രമാണം, 3 പാപത്തിന്റെ പ്രമാണം, 4 മരണത്തിന്റെ പ്രമാണം, അടുത്തത് ആത്മാവിന്റെ പ്രമാണം. ഇങ്ങനെ അവൻ വിവിധ രീതിയിലുള്ള പ്രമാണങ്ങളെ പറ്റി റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് ആര് പറയുന്നു? അപ്പോസ്തലൻ പറയുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ഈ പൗലോസ് എന്ന അഭിഷിക്തൻ താൻ ന്യായപ്രമാണം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളയാളാണ്. അതിനെപ്പറ്റി വ്യക്തമായ അറിവും ബോധ്യവും തനിക്കുണ്ട്. പക്ഷേ ആമേൻ, ഏതാണ് നല്ലത്, ഏതാണ് തെറ്റ്, പ്രൈസ് ലോർഡ്, ഏതാണ് ശരി, ഏതാണ് കൊള്ളരുതാത്തത്, ഏതാണ് തള്ളേണ്ടത്, ഏതാണ് കൊള്ളേണ്ടത്, ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് കളയേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ മറ്റാരെക്കായും വ്യക്തമായി ആർക്കറിയാം? പൗലോസ് ലീഹായ്ക്കറിയാം. കാരണം ന്യായപ്രമാണം എന്ന ആദ്യത്തെ ഭർത്താവിന് ആമേൻ ഈ കാര്യങ്ങളെല്ലാം തന്നോട് പറഞ്ഞു തരാൻ അറിയാം. മോശ പൗലോസ് എന്ന അവൻ വധുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അവനത് അറിയാൻ സാധിച്ചു. ഇത് തെറ്റാണ്, മോഹിക്കുന്നത് തെറ്റാണ്, ഇന്ന കാര്യം ചെയ്യുന്നത് തെറ്റാണ്. ന്യായപ്രമാണം എന്താ ഭർത്താവ് പറഞ്ഞു കൊടുത്തു, അവനത് മനസ്സിലായി. പക്ഷേ അവൻ തീരുമാനമെടുത്തു. പ്രൈസ് ലോർഡ്. എന്താണ്? ഞാൻ ഇനി ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് ന്യായപ്രമാണം എന്താ ഭർത്താവ് പറഞ്ഞതിനനുസരിച്ച് അവൻ തീരുമാനമെടുത്തു. പക്ഷേ തീരുമാനമെടുത്തിട്ടും അവൻ മുമ്പോട്ട് പോകുമ്പോൾ അവൻ താൻ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം, ഇച്ഛിക്കാത്ത തിന്മ തന്നിൽ പ്രവർത്തിക്കുന്ന മറ്റേതോ ഒരു പ്രമാണം തൻ്റെ അവയവങ്ങളിൽ ശക്തമായി പോരാടുക. തനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. നല്ലത് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, തീരുമാനമെടുത്ത് ചുവട് വയ്ക്കുന്നുണ്ട്. ഓരോ ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ തീരുമാനമെടുക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തോളാം, അവൻ ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ ഞാൻ പോകില്ല എന്ന തീരുമാനമെടുത്താണ് ഭക്തൻ ചുവട് വയ്ക്കുന്നത്. പക്ഷെ അത് പറ്റുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മ തൻ്റെ ശരീരത്തിൽ ആരോ അവൻ നിയന്ത്രണം ഏറ്റെടുത്ത് ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. അവൻ നിലവിളിക്കുകയാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഭക്തന്റെ നിലവിളിയാണ്. അവനും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? ആരെന്നെ രക്ഷിക്കും? പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. ബലഹീന ശക്തികൾ ആമേൻ സ്തോത്രം ഇന്നലെ വരെ നിന്റെ മേൽ താണ്ഡവ നൃത്തമാടിയ പൈശാചിക മണ്ഡലങ്ങളിലെ നിനക്ക് ജയം പ്രാപിക്കണമെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള മറ്റെന്തോ നിന്റെ മേൽ വാഴ്ച നടത്തി തുടങ്ങണം.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിന്റെ ശക്തി അല്ല, പാപത്തിന്റെ ശക്തിയാണ് തന്നെ നിയന്ത്രിക്കുന്നത്. ബുദ്ധിയുടെ പ്രമാണത്തിനനുസരിച്ച് ചുവടുവയ്ക്കാൻ പോലും ആമേൻ ഇതാണ് നല്ലതെന്ന് ന്യായപ്രമാണത്തിനനുസരിച്ച് ചുവടുവയ്ക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്ത രീതിയിൽ മരണത്തിന്റെ പ്രമാണമൊക്കെ തനിക്ക് വിരോധമായി വ്യാപരിക്കുമ്പോൾ എന്താണ് ജയിക്കാൻ പറ്റാത്തത്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രമാണമെന്നുള്ള പുതിയ ഭർത്താവിന്റെ ആമേൻ സ്തോത്രം, ആ ബന്ധത്തിനകത്തേക്ക് ഞാൻ വരാത്തതാണ് കാര്യം. പക്ഷേ യേശു കർത്താവ് ജഡത്തിൽ, ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പാപമംഗുലമായി ഈ ലോകത്ത് ആമേൻ സ്തോത്രം ഇറങ്ങി വന്ന് വിശുദ്ധിയോടെ ജീവിച്ച് കാണിച്ചേച്ച് ആമേൻ സ്തോത്രം അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇത് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, പാപത്തിന് അവൻ ഒരു ഇറ്റ് പോലും അനുവാദം കൊടുക്കാതെ വിശുദ്ധി കൊണ്ട് നന്മയാൽ തിന്മയെ ജയിക്കാൻ നിങ്ങളുടെ മേൽ ഒരു അത്യന്ത ശക്തി ഉണ്ടായ മതിയാകത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, ഉയരത്തിൽ നിന്നുള്ള ദൈവശക്തിക്ക് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. ഉയരത്തിൽ നിന്നുള്ള ആത്മശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിച്ചാൽ നിന്റെ ശരീരത്തോട് പോരടിക്കുന്ന മണ്ണിന്റെ ദുർസ്വഭാവം, മണ്ണിന്റെ വ്യാപാരം, അവിടെ അമ്പെ പരാജയപ്പെടുകയാണ്, അവിടെ അമ്പെ മുട്ടുമടക്കുകയാണ്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ, ആത്മീയതയിൽ മുമ്പോട്ട് ചുവടുവയ്ക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് സമ്മതിക്കാതെ പോരാടുന്ന അവയവങ്ങളിൽ വ്യാപരിക്കുന്ന മരണത്തിന്റെ സേനകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കീഴടക്കാൻ അനിവാര്യമായ ഒരു ആത്മശക്തിയെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് സെക്ഷനിൽ ഉയരത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. ഇല്ല, എന്നും നീ മുട്ടുമടക്ക, എന്നും നീ പരാജയപ്പെട, എന്നും നിന്റെ കണ്ണുനീര് കണ്ണുകൊണ്ട് പരാജയത്തിന്റെ വേവലാതി പറയാൻ, ആവലാതി പറയാൻ, നിലവിളി ഉയർത്താൻ അല്ല ദൈവത്തിന് നിന്നെ പറ്റിയുള്ള ഉദ്ദേശം. ആത്മശക്തിയോടെ ചിലതിനെ നീ കീഴടക്കുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ തോൽവിയുടെയോ പരാജയത്തിന്റെയോ 10,000 കഥകൾ പറയാനല്ല നിന്നെ ഗോസ്പൽ സെന്ററിനകത്ത് പരിശുദ്ധമ കൊണ്ടുവന്നത്. അവൻ സ്വത്രം ശക്കുളം ദേശത്തെയോ നെടുമ്പുറം ദേശത്തെയോ ദുരാത്മ വ്യാപാരങ്ങൾ ഒരുമിച്ച് കൂടി നിന്നെ തെറ്റിക്കാൻ ശ്രമിച്ചാലും അതിന്റെ നടുവിലും ആത്മീക ശക്തിയുള്ളവൻ, അതെ സൈന്യത്താളെയല്ല, ശക്തിയാളെയല്ല, എൻ്റെ ആത്മാവിനാൽ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്, ഞാൻ ഇതിനെ കീഴടക്കുമെന്ന് പിശാചിന് നേരെ വെല്ലുവിളി ഉയർത്തത്തക്ക വിധം ആത്മാവിന്റെ കരുത്ത് പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാപിച്ചെടുക്കാൻ, ആർജിച്ചെടുക്കാൻ കരുത്തുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ഈ ബലം പോരാ പിതാവേ, ഈ ശക്തി പോരാ പിതാവേ, ഒരു പുതിയ അഭിഷേകത്തെ, ഒരു പുതിയ അധികാരത്തെ, ഒരു പുതിയ ആത്മതലത്തെ എന്റെ മൺകൂടാരത്തിന്റെ മേൽ പകരണമെന്ന് ദൈവത്തോട് നിലവിളിക്കൂ. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പന്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. അവനോട് പറയേണ്ട ദൂതുകളും ആലോചനകളും ഒക്കെ അവനോട് നൽകി കേട്ടോ. പ്രൈസ് ലോർഡ്. എല്ലാം പറഞ്ഞിട്ടും ആമേൻ സ്തോത്രം, അവനുള്ള ആമേൻ ആ ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് അവൻ നിലനിൽക്കാതെ വണ്ണം ഉയരത്തിലെ അധികാരം നഷ്ടപ്പെട്ട ലൂസിഫറായിരുന്ന പിശാച് തോട്ടത്തിനകത്തേക്ക് ഇറങ്ങി വരിക. എന്താണ്? ഇവനെ പറ്റിയുള്ള ദൈവ പദ്ധതി ഒന്നും നടക്കരുത്, ഈ ബന്ധത്തിനകത്ത് ഇവൻ നിലനിൽക്കരുത്, എനിക്കില്ലാത്തത് ഇവനും വേണ്ട, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഇവനും വേണ്ട, ഇവനും ഇതിനകത്ത് നിലനിൽക്കണ്ട. ഇതാണ് പിശാചിന്റെ ആഗ്രഹം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരെ പറ്റിയും എന്താണ് പിശാചിന്റെ ആഗ്രഹം? നമ്മളെ ആരെ പറ്റിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറരുത്, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ഞാൻ നിലനിൽക്കരുത്, എന്നും ജയിക്കുന്ന ജയാളിയ ഞാൻ തീരരുത്, ഒരു പരാജിതനായി എന്നും മുറിക്കകത്തിരുന്ന് ആമേൻ സ്വത്രം പാപത്തിനകത്തുനിന്ന് ജയിക്കാൻ കഴിയാതെ എന്നും മരണത്തിന് അധീനമായ ശരീരത്തിനകത്ത് നിന്നാണ് അവൻ ഞാൻ ആയിരിക്കുന്നത്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്നുള്ള അടിമത്തത്തിനകത്ത് കിടന്ന് ചിലർ സ്വാതന്ത്ര്യമില്ലാതെ നിലവിളിക്കുന്നത് പോലെ നിലവിളിക്കുന്ന ഒരവസ്ഥയ്ക്കകത്ത് നിന്ന് ഗോസ്പൽ സെന്ററിലെ ഓരോരുത്തനായിരിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുമ്പോൾ, പിശാച് രേഖ എഴുതുമ്പോൾ, അവൻ കൂട്ടം കൂടുമ്പോൾ ഇന്ന്
രാത്രി അഭിഷേകത്തിന്റെ നിറവിനാൽ, ആത്മാവിന്റെ കരുത്തിനാൽ അവന്റെ പദ്ധതിയെ കീറി മുറിക്കാൻ, അവന്റെ പദ്ധതിയെ കരിച്ചു കളയാൻ, അവൻ എഴുതി വെച്ച രേഖയെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആത്മശക്തിയാൽ കരിച്ചു കളയാൻ ആത്മകൃപയുള്ള ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ആരാധിച്ച് പ്രാപിക്കേണ്ട ദൈവശക്തി ഇന്ന് രാത്രി ഒന്ന് കത്തിച്ചാട്ട്. ഇന്ധനം കത്തിച്ച് വാഹനം ചൂടാക്കുന്നത് പോലെ ഇന്ന് രാത്രി ചിലത് ആത്മാവ് ചാർജ് ആകട്ടെ. തണുത്തു മരവിച്ചു പോയ ചില ആത്മീയതയ്ക്കകത്ത്, ചില പ്രാർത്ഥനയുടെ മണ്ഡലത്തിനകത്ത് ഇന്ന് രാത്രി ഒരു ഭയങ്കര ചൂട് കയറട്ടെ, ആത്മാവിന്റെ കരുത്ത് കയറട്ടെ, ആത്മാവിന്റെ വലിയ പ്രവാഹം ഇന്ന് രാത്രി കവിഞ്ഞൊഴുകാൻ തുടങ്ങട്ടെ. ഒരു കാര്യം പറയട്ടെ, ആമേൻ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ മേൽ പിശാച് ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ആമേൻ സ്തോത്രം. ജയിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം, ആമേൻ സ്തോത്രം, ഇവിടെയുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്നെ ജയിക്കുമെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ആരോഗ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വ്യക്തി എന്നെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തുന്നെങ്കിൽ അതിന്റെ കാര്യം ഞാൻ ബലഹീനനാണ്. ഇന്ന് രാത്രി അകത്തെ മനുഷ്യനെ പുട്ടിപ്പെടുത്തി, അകത്തെ മനുഷ്യന് കൊടുക്കേണ്ട അന്നം ഇടവിടാതെ കൊടുക്കാൻ അവൻ ആവശ്യമായ ആത്മാവിന്റെ വചനം കൊണ്ട്, ഭക്ഷണം കൊണ്ട് അകത്തെ മനുഷ്യനെ ഒന്ന് ശക്തിപ്പെടുത്തിയ, ഞാൻ പറയട്ടെ, 6000 അല്ല 60,000 ഭൂതങ്ങൾ ഒരുമിച്ച് കൂടിയാലും നിന്റെ രോമത്തിൽ തൊടാൻ പിശാചിന് പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി ആത്മ നിയോഗത്തോടെ പറയുമ്പോൾ എത്ര പേർ പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് ആത്മാവിന്റെ കരുത്തിനായി ഒന്ന് കയറി വരും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നിലേക്ക് ചേരാൻ കാംക്ഷിക്കുന്നുണ്ട്. എന്താണ് ആഗ്രഹം? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള ഒരു ഭയങ്കര ദാഹം നമ്മുടെ അകത്ത് നിറയണം. ഇതിനകത്ത് എത്ര പേർ ഉപവസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെ വിഷയം എന്താണ്? മക്കളുടെ ജോലിയാണോ? അവരുടെ നന്മയാണോ? കുടുംബത്തിനകത്തെ ബന്ധനം മാറാനാണോ? പോരാട്ടം അഴിയാനാണോ? ഇതൊക്കെ ആരാ കെട്ടിയത്? ഇതൊക്കെ പിശാചാണെങ്കിൽ ഞാനൊക്കെ ഒരു കാര്യം പറയട്ടെ, പിശാച് കെട്ടിയ കെട്ട അഴിയണമോ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം, ആ കെട്ടിനേക്കാൾ ശക്തിയോടെ നീ കയറി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശിംശോനെ അവൻ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടും, അവൻ കയറുകൾ കൊണ്ടൊക്കെ ബന്ധിച്ചിട്ടും അവൻ ചണുനൂൽ പോലെ അതിനെ വലിച്ചു പൊട്ടിച്ചു. എന്താ കാര്യം? അവന്റെ അകത്ത് പവർ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് വിശുദ്ധി വിട്ട് വഴിമാറിയോ അന്ന് മുതൽ കയറിന് പവറായി, അവൻ ബലഹീനനായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കയറിന് പവർ കൂട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കയറിനേക്കാൾ പവറോട്, അന്ധകാര ശക്തിയേക്കാൾ പവറോട്, ലഗ്യോനേക്കാൾ പവറോട്, പവറോട് യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും ആത്മശക്തിയോടെ കയറി വന്ന് നീ എന്നും ജയാളിയായിരിക്കും. നിനക്ക് വിരോധമായി എത്ര വലിയ മതിലുകൾ പിശാച് കെട്ടിപ്പൊക്കിയാലും, എത്ര വലിയ പടക്കൂട്ടം നിനക്ക് നേരെ പാഞ്ഞു വന്നാലും, ഞാൻ അഭിഷേകമുള്ളവൻ പറയും, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഈ ശത്രു കെട്ടിപ്പൊക്കിയ മതിലിനും മീതെ ഞാൻ ചാടിക്കടക്കും. അവൻ ഉയർത്തിപ്പൊക്കിയ അവൻ കെട്ട്, ആ മതില് അത് കടബാധ്യതയാകാം, അത് അപവാദ ശക്തിയാകാം, അത് പോരാട്ടമാകാം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അതിനെ ഭേദിക്കുന്ന ഒരു ദൈവശക്തി ഞാൻ പ്രാപിച്ചെടുത്താൽ എന്റെ തല കുനിയില്ല, ഞാൻ പരാജിതനാകില്ല, ഞാൻ ആത്മാവിൽ പറക്കാൻ തുടങ്ങും. Praise the Lord. ഒറ്റ കാര്യമാ പരിശുദ്ധമ ആഗ്രഹിക്കുന്നത്, ആത്മീയമായി ബലഹീനനായി പോകരുത്, ആത്മീയമായി ബലഹീനനായി പോകരുത്. ആത്മാവിന്റെ പ്രമാണം നിന്നെ ജയിപ്പിക്കുന്നതാണ്. 7-ാം അധ്യായത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ അവൻ പറയുന്നത്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, ഇച്ഛിക്കാത്ത മറ്റൊരു ശക്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ അവയവങ്ങളിൽ പോരാടി അത് ജയിക്കുക. പ്രൈസ് ദി ലോർഡ്. തോൽവിയുടെ ഒരു കാര്യം പറയുക അപ്പോസ്തലൻ. പക്ഷെ അടുത്ത അധ്യായത്തിലേക്ക് വരിക, 8-ാം അധ്യായത്തിലേക്ക്, അവിടെ പുതിയൊരാൾ വരിക. ആരാണ്? ആത്മാവിന്റെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ആ പ്രമാണത്തിനകത്തേക്ക് ഞാൻ കയറി വന്നപ്പോ പിന്നെ ഞാൻ തോറ്റുപോയെന്നോ, ഞാൻ അരിഷ്ട മനുഷ്യനെന്നോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്നോ ഭക്തൻ കരഞ്ഞില്ല.
പ്രൈസ് ദ ലോർഡ്. പിന്നെ പിശാചുണ്ടാക്കുന്ന കുരുക്കിനെ മുഴുവൻ ഭക്തൻ ഈസിയായി മറികടക്കുക. പിന്നെ അവൻ ആത്മാവിൽ കരുത്തോടെ വീണ്ടും വീണ്ടും കയറി വരിക. അവൻ ആത്മാവിൽ അഭിഷേകത്തിന്റെ നിറവോടെ വരിക. പ്രൈസ് ദ ലോർഡ്. അവൻ ജയിക്കുന്ന ഒരു പ്രമാണം അവന്റെ ശരീരത്തിനകത്ത് വ്യാപരിച്ചു. ഇന്ന് രാത്രി ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിന്റെ ഒരു ഭരണം നമ്മുടെ മേൽ പരിപൂർണമായി വെളിപ്പെട്ടു വന്നേ മതിയാകൂ. ആത്മാവിന്റെ കർത്തൃത്വം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയില്ലേ? എവിടെയൊക്കെയോ വഴി ഇതാകുന്നു മകനെ മകളെ എന്ന് പറയുന്ന ദൈവ ശബ്ദം നമ്മളിൽ നിലച്ചുപോയെങ്കിൽ ഒന്ന് നെടുമ്പാട് വീണ്ടും നിലവിളിക്കാൻ ഈ തിങ്കളാഴ്ച രാത്രി ദൈവമക്കൾ തയ്യാറാകട്ടെ. എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പം മുട്ടുകുത്തിക്കോണം. അപ്പോൾ നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങണം. എന്താണ്? ഭൗതിക മണ്ഡലങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചാലും ഇല്ലെങ്കിലും, അവൻ വാതിലുകൾ തുറന്നാലും ഇല്ലെങ്കിലും, ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അലറിക്കരയണം ദൈവസഭ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ സ്തോത്രം ചെയ്യും എൻ്റെ ദൈവത്തിന്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് മുമ്പോട്ട് കയറിക്ക്. ഉടനെ ഉള്ള ദൈവകൃപയെ തൊലച്ചു കളയാൻ എന്തെങ്കിലും ഒരു കാര്യം പിശാച് നേരെ മുമ്പിൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനിയെങ്കിലും ക്ഷമയോടെ ജീവിക്കണമെന്നൊരു താല്പര്യം. ഉടനെ ക്ഷമ തല്ലിപ്പൊളിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മുമ്പിൽ വരും. പ്രൈസ് ദി ലോർഡ്. അതിനെ ജയിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആമേൻ. സ്വത്രം. ദൈവമായുള്ള ബന്ധത്തിനകത്തുനിന്ന് ആദമനെ ഹവ്വയും പുറത്ത് ആക്കാൻ വേണ്ടി വ്യാപരിച്ച സ്പിരിറ്റ് എന്താണ്? ആ പാമ്പിനകത്തൂടെ വന്ന സ്പിരിറ്റിന് ഞാൻ പല പേരിട്ടാൽ, പ്രൈസ് ദി ലോർഡ്, അതിലൊന്നാണ് അനുസരണക്കേടിന്റെ സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവം അവരോട് പറഞ്ഞു, ആമേൻ, ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് കൽപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ കയറി വന്നു ഒരു അനുസരണക്കേടിന്റെ ദുരാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നത് കേട്ട് എവിടേക്കെയോ ഇവർ വഴിതെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നീ പരാജയപ്പെടുന്നതിന്റെ ഒരു കാരണം ഈ അനുസരണക്കേടിന്റെ സ്പിരിറ്റ് എവിടെയൊക്കെയോ നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ ഒരു വാക്ക് ദൈവത്തോടൊന്ന് ക്ഷമ ചോദിക്കാൻ. എവിടെയൊക്കെയോ ദൈവശബ്ദം കേട്ടിട്ടും ആലോചന കേട്ടിട്ടും ദൈവദാസന്മാർ പറയുന്ന ദൈവിക വചനത്തിന് കാതുകൊടുത്തിട്ടും എവിടേക്കോ അതിന് നിവർത്തി കൊടുക്കാൻ പറ്റാതെ, അതിന് വേണ്ടവണ്ണം പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ, പൈശാചിക ആലോചനയ്ക്കോ എന്റെ താല്പര്യത്തിനോ ഞാൻ പ്രാധാന്യം കൊടുത്ത് തെറ്റിപ്പോയെങ്കിൽ എൻ്റെ ദൈവമായി എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ക്ഷമയുടെ പ്രാർത്ഥന ഒന്ന് ഉയർത്താൻ ദൈവമക്കൾ തയ്യാറാണോ? ഇന്ന് പകലിൽ നഷ്ടപ്പെടാതെ നിന്നെ തിരികെ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആലയത്തിനകത്തോ നമ്മുടെ മേലോ അനുസരണക്കേടിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ അത് മാറണമെന്ന് പറയാനും അനുസരണത്തിന്റെ സ്പിരിറ്റ് നമ്മുടെ അകത്ത് ഭരണം നടത്താനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത് അനുസരണക്കേടിന്റെ ഒരു സ്പിരിറ്റ് ആണ്. അടുത്തത്, ഇത് ശ്രദ്ധ തെറ്റിക്കുന്ന സ്പിരിറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം കാതിലുണ്ട്. ആമേൻ. കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ മുമ്പിൽ പിശാച് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോ ആമേൻ ശ്രദ്ധ ദൈവശബ്ദത്തിൽ നിന്ന് മാറി എവിടേക്കോ പാപത്തിലേക്ക് പോയി, എവിടെയൊക്കെയോ തെറ്റിനകത്തേക്ക് പോയി ശ്രദ്ധയെ തെറ്റിച്ചു കളയുന്ന സ്പിരിറ്റ്. ഇന്ന് രാത്രി അതിനെയൊക്കെ ആത്മാവിൽ നിന്ന് ബൈൻഡ് ചെയ്യാൻ, ആത്മാവിൽ അതിനെ ഒന്ന് കെട്ടാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? തലമുറയോട് പല കാര്യം പറഞ്ഞിട്ടും നമ്മൾ തന്നെ അതിശയപ്പെടുമാറ് അവർ തിരിച്ചു പ്രതികരിക്കുന്നില്ലേ? അതൊന്നും അവരുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന നല്ല ബുദ്ധിയല്ല, മറ്റേതോ ശക്തി അവരുടെ ശരീരത്ത് പലപ്പോഴും കൂടുകയാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചിലതിനെ ആത്മാവിൽ ബന്ധിക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് അവർ പ്രവേശിക്കരുത്. ഒറ്റ ഉദ്ദേശമായി പിശാച് ഊടാടി സഞ്ചരിക്കുകയാണ്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് അവന്റെ പദ്ധതി ആത്മാവിൽ ദൂരീകരിക്കുക, ആത്മാവിൽ കരിച്ചുകൾ ഇല്ല. പിശാച് എന്റെ തലമുറയുടെ മേൽ ദൃഷ്ടി വയ്ക്കാൻ നിനക്ക് അനുവാദമില്ല, നിനക്ക് അധികാരമില്ല. ഇന്ന് രാത്രി വേരോടെ അഴിഞ്ഞു മാറ്. നിന്റെ കൈയൊന്ന് പിൻവലിക്ക്. അനുസരണത്തിന്റെ വചനത്തിന്റെ ശക്തി അവരുടെ മേൽ ചലിക്കപ്പെടട്ടെ. അതിന് വിരോധമായ സ്പിരിറ്റ് ഇന്ന് രാത്രി ഞങ്ങൾ നിന്നെ ആത്മാവിൽ കെട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല നല്ല ഉപദേശങ്ങൾ, നല്ല ദൈവവചനങ്ങൾ അകത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പാറ്റിക്കളയുന്നൊരു ശക്തി. അവൻ വിതയ്ക്കാൻ ഒരുവൻ പുറപ്പെട്ട സംഭവം പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ എവിടെയാണ് വിതച്ചത്? അവൻ വിതച്ചത് നല്ല മണ്ണിലാണ്. നല്ല മണ്ണ് നോക്കി തന്നെയാണ് അവൻ വിതച്ചത്. പക്ഷെ വിതച്ചത് അവൻ നല്ല മണ്ണിൽ വീഴാതെ വണ്ണം ചിലതൊക്കെ മുള്ളിനകത്ത് വീണു, ചിലതൊക്കെ പാറപ്പുറത്ത് വീണു. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ
അതൊക്കെ പക്ഷികൾ കൊത്തി പറക്കിക്കൊണ്ടുപോയി പലയിടങ്ങളിൽ വീണു. എന്താണ് കാര്യം? അവൻ ആ എറിഞ്ഞയാളോട് ചോദിക്കുക, നല്ല ഇലത്ത് നോക്കി നിനക്ക് വിതച്ചൂടെ? അദ്ദേഹം പറയും, നല്ല ഇലം നോക്കി തന്നെയാണ് ഞാൻ വിതച്ചത്. പക്ഷെ വിതയ്ക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ കാണാൻ പറ്റാത്തൊരു കാറ്റിന്റെ ശക്തി വന്നിതിനെ ചിതറിച്ചു കളഞ്ഞു. കണ്ണിന് കാണാൻ പറ്റാത്ത ഈ അദൃശ്യ ശക്തി വന്നിതിനെ ചിതറിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി വചനം നീ കേട്ടിട്ടും അത് നിന്റെ അകത്ത് കിളിർക്കാതെ വണ്ണം, കാണാൻ പറ്റാത്ത, കണ്ണിന് കാണാൻ പറ്റാത്ത, അതിനെ ചിതറിച്ചു കളയുന്ന, അതിനെ വഴിതെറ്റിച്ചു കളയുന്ന, അതിനെ പാറ്റിക്കളയുന്ന ചില ദുരാത്മ സേനകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വഴിമാറെന്ന് കൽപ്പിക്കുക. എത്ര ദൈവമക്കൾ തയ്യാറാകും? വാ തുറന്ന് പറ, ദൂത പിശാചേ, എന്റെ അകത്ത് വചനം കിളിർക്കാതെ വണ്ണം, എന്റെ കൂടാരത്തിനകത്ത് വചനത്തിന്റെ മാറി പെയ്യാതെ വണ്ണം, അതിന്റെ ശക്തി ചലിക്കാതെ വണ്ണം നീ എവിടെയൊക്കെയാണ് കാറ്റടിപ്പിക്കുന്നത്? ഇന്ന് രാത്രി നീ അടങ്ങി മാറ്. നിനക്ക് തുടരാൻ അധികാരമില്ല, നിനക്ക് തുടരാൻ അനുവാദമില്ല. ഇന്ന് രാത്രി നീ മുട്ടുമടക്കുക. യേശുവിന്റെ നാമത്തിൽ ചില വീടുകൾക്കകത്ത് നിന്ന് അങ്ങനെ ചില സ്പിരിറ്റുകൾ വഴിമാറട്ടെ. വചനം കിളിർക്കാതെ വണ്ണം, വചനത്തിന്റെ സമൃദ്ധി വെളിപ്പെടാതെ വണ്ണം പാറ്റിക്കളയുന്ന കാറ്റിന്റെ വ്യാപാരത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ബന്ധിക്കുകയാണ്. വഴിമാറുവീശാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷക്തന്മാരിലൂടെ പറയുന്ന പല കാര്യവും തെറ്റിച്ചു കളയുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ എടുത്ത ഒരു വിഷയമാണ് നിന്റെ ആലോചനക്കാരനാര്. ആ പ്രസംഗിച്ചപ്പോൾ ഒത്തിരി പേരെൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഒരിക്കൽ കൂടെ അത് പ്രസംഗിക്കണം. ഞാൻ അതും കൂടെ കണക്ട് ചെയ്താ പോകുന്നത്. പ്രൈസല്ലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ആരാണ് ദുഷ്ടൻ? പ്രൈസല്ലോ, 2 കൊമ്പും ഒരു വലിയ വാലുമുള്ള ലുട്ടാപ്പിയുടെ ലുക്കിലിരിക്കുന്ന വ്യക്തി ആണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദുഷ്ടൻ, പ്രൈസല്ലോ, ദുഷ്ടൻ ആരുമാകാം. പ്രൈസല്ലോ, അത് നമ്മുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന വ്യക്തിയാകാം. പ്രൈസല്ലോ, അത് നമ്മുടെ വീട്ടിലുള്ളയാളാകാം, അത് സഭയിലുള്ളയാളാകാം, നാട്ടിലുള്ളയാളാകാം. പ്രൈസല്ലോ, എന്നും നിനക്ക് വേണ്ടി നന്മ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തി, അവനിലൂടെയാകാം ദുഷ്ടന്റെ ആലോചന വരുന്നത്. പക്ഷെ അതിനെ വിവേചിച്ച് ശാസിക്കേണ്ടതിനെ ശാസിച്ച്, പത്സിക്കേണ്ടതിനെ പത്സിച്ച്, മാറി നിൽക്കാൻ കൽപ്പിക്കേണ്ടതിനോട് മാറി നിൽക്കാൻ കൽപ്പിക്കാൻ ഒരു വിവേചനത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൈവസഭ പ്രാപിച്ചെടുക്കണം. ഇത് വന്നത് ദൈവത്തിൽ നിന്നോ, ഇത് വരുന്നത് പിശാചിൽ നിന്നോ, ഇത് ആത്മാവിൽ നിന്നോ, ഇത് ദുരാത്മാവിൽ നിന്നോ തിരിച്ചറിയാനുള്ള ഒരു ആത്മാവിന്റെ കരുത്ത് നമുക്ക് വേണം. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മുടെ അടുക്കലേക്ക് വന്നത്? സകല സത്യത്തിലും നമ്മളെ വഴി നടത്താൻ. 2 പേരാണ് ഏത് സമയത്തും നമ്മളോട് ആലോചന പറയുന്നത്. ഒരുപാട് പേര് ബൈബിളിനകത്തുണ്ട്. അതിലൊന്നാണ് നമ്മുടെ അകത്തുള്ള ജഡീക സ്വഭാവങ്ങൾ, ജഡത്തിന്റെ പ്രമാണം, ജഡത്തിന്റെ സ്വഭാവം. ആത്മസ്വഭാവം ജഡത്തിന്റെ സ്വഭാവത്തിനും വിരോധമായിരിക്കുന്നു. ഇവർ തമ്മിൽ ശത്രുക്കളാണ്. ആര് ജയിക്കും? ആർക്ക് നീ പ്രാധാന്യം കൊടുക്കുന്നോ ആ വ്യക്തി ജയിക്കും. ആമേൻ സ്തോത്രം. ഒരു ഉദാഹരണമൊക്കെ കാണിക്കണമെന്നുണ്ട്. ആമേൻ സ്തോത്രം. ഒരേ പൊക്കമുള്ള 2 മൈക്ക്, ഒന്ന് ജഡം, ഒന്ന് ആത്മാവ്. സ്തോത്രം. ആമേൻ സ്തോത്രം. ഞാൻ ഈ വിരൽ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് ജഡം, ഒന്ന് ആത്മാവ്. ഈ ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ജഡം, വലത്തെ അറ്റത്ത് നിൽക്കുന്നത് ആത്മാവ്. ഇവർ 2 പേരും നമ്മുടെ ശരീരത്തോട് ഏത് സമയത്തും പറയുക, ഇന്ന കാര്യം ചെയ്യണം. ഞാൻ ഏത് കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നോ, ജഡത്തിന് ഞാൻ ഏത് സമയത്തും പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, സിനിമയും സീരിയലും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സാർ ഒരു സ്റ്റാൻഡ് വെച്ച് തരാവോ പ്ലീസ്? സോറി, ഇതെല്ലാം പറയാനുള്ളത് പറയണ്ടേ. സ്തോത്രം. പ്രൈസ് the Lord. Hallelujah. വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാ,
താങ്ക് യു. ജനങ്ങൾ ആമേൻ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. Praise the Lord. സ്തോത്രം, സ്തോത്രം. ഒരു ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞാട്ട്. സ്തോത്രം. ഇത് ജഡം, ഇത് ആത്മാവ്. ഇവർ രണ്ടുപേരും പോരാട്ടത്തിലാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഈ പറയുന്ന രണ്ട് സാധനവും നമ്മുടെ അകത്ത് ഉണ്ട്, എല്ലാവരുടെ അകത്ത് ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും നമ്മളോട് പറയാൻ മെസ്സേജ് ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എന്താ വേണ്ടത്? രണ്ടുപേർക്കും എന്നെ വേണം. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ ശരീരമാകുന്ന ഞാൻ അനുസരിക്കണം. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ ശരീരം പറയുന്ന ഞാൻ അനുസരിക്കണം. ഇതാണ് ആത്മാവ്, ഇതാണ് ജഡം. ഈ ജഡത്തിന്റെ പ്രമാണം ഇത് നല്ല സുഖമാണ്. ഇത് കേട്ടാൽ അമേൻ, നല്ല സുഖമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നല്ല പാട്ട് കേൾക്കണം, ആ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്യണം, അടിക്ക് പോവാം, പിടിക്ക് പോവാം, തല്ലിന് പോകാം, ആ കാര്യത്തിന് പോകാം, അത് കുടിക്കുക, ഇത് കുടിക്കുക, അത് കേൾക്കുക, ഇത് കേൾക്കാം, എല്ലാം ചെയ്യാം. ഈ ലോകത്തെ എല്ലാ കാര്യവും ചെയ്ത് ജീവിക്കാൻ ഈ സംഭവം പറയും. നല്ല സുഖമാണ്, നല്ല സുഖമാണ്. പ്രൈസല്ലോ. ഇദ്ദേഹം പറയുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. 3-4 പേര് കൂട്ടം കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ? 2 പേരെ പറ്റി നെഗറ്റീവൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാതെ നീ ഒറ്റയ്ക്ക് മാറി നിൽക്കണം. ഇച്ചിരി പാടുള്ള കാര്യമല്ലേ? പ്രൈസല്ലോ. മറ്റുള്ളവരെ സിനിമയോ കോമഡിയൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ കാണരുത്. പരിശുദ്ധമോ ദുഃഖിച്ചു പറയും, അവിടുന്ന് മാറ്, ദുർനടപ്പ് വിട്ട് മാറ്, ഇത് അപകടമാണ്, ഇച്ചിരി പാടാ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്, അത്ര സുഖമല്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നല്ല പാടാണ്, നല്ല പാടാണ്. ഇതിലാര് ഭയങ്കര വടംവലിയ വളർത്തുന്നോ, ആർക്ക് നമ്മൾ അനുവാദം കൊടുക്കുന്നോ അദ്ദേഹം ജയിക്കും. ഇദ്ദേഹത്തിന് നമ്മൾ ഭക്ഷണം വിട്ടുകൊടുത്താൽ ജഡത്തെ എന്തോ ചെയ്യണം? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ഈ ജഡത്തെ കൊന്നു കളയണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇവൻ വലിയ വിഷയമാണ്. ഇത് നേരെ നിന്നെ കൊണ്ടെത്തിക്കുന്ന തീക്കകത്താണ്. എവിടെയും പോകാം, എന്തും ചെയ്യാം, എന്ത് കാര്യങ്ങളും ചെയ്യാം, ഏത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. പക്ഷെ കൊണ്ടെത്തിക്കുന്ന അവസാനം നിത്യ നരകമായിരിക്കും, നിത്യ നരകം. ഇദ്ദേഹം പറഞ്ഞ അത്ര സുഖമുള്ള കാര്യമല്ല. കഷ്ടതയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്, എല്ലാ പ്രയാസമുണ്ട്. പക്ഷെ അതിനകത്തും നിനക്കൊരു സമാധാനം ഞാൻ തരാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൂടെ നമ്മൾ നടക്കുമ്പോൾ പക്ഷേ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒറ്റ കാര്യം ഇദ്ദേഹം പറയുന്നത്, ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന്, ഇതിനനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഗുണം അങ്ങ് ചെല്ലുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിത്യതയിലേക്ക് പോകാൻ പ്രത്യാശയുള്ള ഒരുങ്ങിയിട്ടുള്ള ദൈവമക്കൾ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. നിത്യതയിലേക്കുള്ള ഗൂഗിൾ മാപ്പാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, യേശു എന്ന ഏക വഴി. പ്രൈസ് ദി ലോർഡ്. ആ വഴിയിൽ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് നടന്നാൽ നിത്യതയിലെത്താം. പക്ഷെ യാത്ര ഭയങ്കര പാടാണ്. കാറ്റുണ്ട്, കോളുണ്ട്, തിരമാലയുണ്ട്, ഈശാനമൂലനുണ്ട്, എല്ലാ മാലനുണ്ട്, എല്ലാ തീയുണ്ട്, എല്ലാ പ്രോബ്ലമുണ്ട്, എല്ലാ ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ അതിനകത്തൂടെയും കർത്താവ്, ഇദ്ദേഹം പറയുന്ന ഒറ്റ കാര്യം, അവൻ ഈ പ്രയാസമല്ല ഉണ്ടാകും, പക്ഷെ അതിനകത്തൂടെയും അവൻ സന്തോഷത്തോടെ അതിനെ കീഴടക്കി ജയിപ്പിച്ച് ഞാൻ നിന്നെ നടത്തുമാറാക്കും. അതൊന്നും നിന്റെ മേൽ ജയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. തീക്കകത്തൂടെ ഞാൻ നിന്നെ കടത്തിവിടും, പക്ഷെ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. നദിക്കകത്തൂടെ നിന്നെ കടത്തിവിടും, പക്ഷെ അത് നിന്റെ മീതെ കവിയത്തില്ല. ദൈവ
ദൈവത്തിന്റെ വചനം നമുക്ക് ഇന്ന് രാത്രി ഉറപ്പ് തരിക. ഈ പ്രശ്നക്കകത്തൂടെ ഒക്കെ നീ കടന്നു പോയാലും ഇതൊന്നും നിന്റെ മേൽ വിജയം ഏറ്റെടുക്കാതെ വണ്ണം നിന്നെ പൊതിയുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ത്രിയേകനായ പരിശുദ്ധാത്മാവിന്റെ അവൻ കരമാണെന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, അവൻ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ അതിഭയങ്കരനുമായ ദൈവമാണ്. കാര്യം പറയുക മാത്രമല്ല, കാര്യം നമുക്ക് വേണ്ടി ചെയ്യിപ്പിക്കുന്ന ഒരാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ വചനം പറയുന്നത് ഈ ആത്മാവ് കൊണ്ട് ജഡത്തെ മരിപ്പിക്കണം, കൊന്നുകളയണം. ഇതിനെ കൊണ്ട് അല്ലെങ്കിൽ ആത്മാവിനെ കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തി കൊല്ലാൻ പറ്റുമെങ്കിൽ നേരെ തിരിച്ചും പറ്റും. നേരെ തിരിച്ചും പറ്റും. നമ്മളിലുള്ള ആത്മാവിന്റെ പ്രവർത്തികളെ, ആത്മാവിന്റെ സ്വഭാവത്തെ, ദൈവിക സ്വഭാവത്തെ നശിപ്പിച്ചു കളയാൻ ഈ സാധനത്തിന് പറ്റും. ചോദ്യം, എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, സിനിമ കാണരുതെന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പണ്ട് ഇച്ചിരി താല്പര്യമുള്ള ആളായിരുന്നു. സത്യം സത്യം ആരും കാണാതെ ഒളിച്ചു ബാത്തും പോയി കാണുമായിരുന്നു. പരസ്യമായി സമ്മതിക്കുകയാണ്. ടി വി എന്ന് പറഞ്ഞ സാധനമാണ് എൻ്റെ ജീവിതത്തിലെ വായനാശീലം എന്ന് പറഞ്ഞ സാധനം തൊലച്ചു കളഞ്ഞത്. ഇന്നും എനിക്ക് ഭയങ്കര വെറുപ്പുണ്ട് ആ വൃത്തികെട്ട സാധനത്തോട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം വീട്ടിൽ ടി വി അപ്പനും അമ്മയും ഉള്ളപ്പോൾ സമ്മതിക്കുകയല്ല. അവർ വിസിറ്റിങ്ങിന് പോകുമ്പോൾ, പപ്പ പാസ്റ്ററല്ലേ, വിസിറ്റിങ്ങിന് പോകുമ്പം ആരും കാണാതെ സിനിമ കാണും, ഇതൊക്കെ കാണും. അപ്പം അവർ എപ്പോഴോ അറിയുമ്പോഴൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിനകത്തുനിന്ന് മനസ്സിലായ കാര്യം, ഞാൻ കുഴപ്പമില്ലാതെ പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചുനാളിലെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. സ്തോത്രം. പക്ഷേ ഈ ഒരു സിനിമ കണ്ട് വെച്ച് ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ച, കർത്താവ് എവിടെയോ നിൽക്കുന്നു, ഞാൻ എവിടെയോ നിൽക്കുന്നു. തോന്നലല്ല, വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയ കാര്യം, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ആദ്യം വിചാരിച്ചത് എൻ്റെ തോന്നലായിരിക്കാം. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മനസമാധാനത്തോടെ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവം? ദൈവത്തോട് ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. ഈ സിനിമയ്ക്കകത്തൂടെ ഒക്കെ പറയുന്ന ലോകത്തിനുള്ള കാര്യമാണ്. ഇത് നീ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ ക്രൂശിക്കേണ്ട സാധനത്തിന് നീ ഭക്ഷണം കൊടുത്ത് വളർത്തുക. മനസ്സിലാകുന്നുണ്ടോ? 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 ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ലോകവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സംഭവങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരുവനെ ആത്മീയതയിലേക്ക് നടത്തുന്ന എന്തോ ഉണ്ട്. ഞാൻ കൈവിട്ടു പോകും ഇനി തലമുറ. മൊബൈലിനകത്തൂടെയും പലതിനകത്തൂടെയും ഇതിന് ഭക്ഷണം കൊടുത്ത് തീറ്റ കൊടുത്ത് വളർത്തുക. പിന്നെ എന്താ പ്രശ്നം? മാതാപിതാക്കൾ എന്തെങ്കിലും ഒന്ന് അരുതെന്ന് പറഞ്ഞാൽ ഭൂതവിളകുന്ന അവർ പൊട്ടിത്തെറിക്കും. അതിൻ്റെ കാര്യം ഇത് അതുപോലെ വളർന്നു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ പോലെ ഡിക്കിക്കകത്ത് കയറ്റി വെച്ച് വായ്ക്കകത്ത് പഞ്ഞിയും വെച്ച് കയറ് വെച്ച് കെട്ടിവെച്ചേക്കുന്നത് പോലെ പരിശുദ്ധമാവ് ശരീരത്തിനകത്ത് ഇരിക്കുക. അനങ്ങാൻ വയ്യ. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം, ഇവനെ കൊല്ലണം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ കൊലപാതകികളാകണം. ഇവനെ എന്നേക്കുമായി കൊല്ലണം. പ്രാണത്യാഗത്തോളം പാപത്തോടും പാപ സ്വഭാവത്തോടും ഞാൻ മല്ലയുദ്ധം ചെയ്തെന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഇന്ന് രാത്രി പാപത്തോട് ഒരിറ്റു പോലും കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ലെന്ന് ഉറക്ക പ്രഖ്യാപനം ചെയ്യാൻ പൈശാചിക മണ്ഡലങ്ങൾ എന്നെ സ്വാധീനിപ്പിക്കുന്ന എന്തൊക്കെ സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടിട്ടാലും അതിന് ഞാൻ തല വെച്ചു കൊടുക്കത്തില്ലെന്ന സധൈര്യം പിശാചിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരണം. പ്രൈസ് ദി ലോർഡ്. ഗോസ്പൽ സെന്ററിനകത്തും ദൈവത്തിനാവശ്യം ജഡത്തിന്റെ ശക്തികൾ ക്രൂശീകരിക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് പരിശുദ്ധാത്മാവിനാവശ്യം. ഒരു സ്വോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. മറിച്ച് ഇദ്ദേഹത്തിനുള്ള സകല ഭക്ഷണവും ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അതാണ് ഉപവാസം.
ഇദ്ദേഹത്തിനുള്ള ഒരു ഭക്ഷണവും ഇല്ല. അത് ജീവിതത്തിൽ മുഴുവൻ ഉപവാസമായിരിക്കണം. അംഗം പോരുന്നവനൊക്കെയും സകലത്തിലും വർച്ചനമാചരിക്കണം. അതാണ് ഉപവാസം. ആവശ്യമില്ലാത്തത് മാറ്റി ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം. ഞാൻ ഇദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചാൽ പരിശുദ്ധാത്മാവിന് എന്തൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ അത് മുഴുവൻ ഈസിയായി ശരീരത്തിനകത്തൂടെ ഒഴുകും. ദൈവപ്രവർത്തികൾ ശരീരത്തിനകത്തൂടെ ചലിക്കാൻ തുടങ്ങും. ആമേൻ. ജഡസ്വഭാവം ഉയർത്തുന്ന സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോഴും അതിൻ്റെ നടുവിലും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തൂടെ ചലിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ട ഒറ്റ പ്രാർത്ഥന, ജഡത്തിൻ്റെ സ്വഭാവമല്ല എൻ്റെ മേൽ വാഴ്ച നടത്തേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പരിപൂർണമായി കർത്തൃത്വം നടത്തണമേ എന്ന് ഒന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. അല്ലാത്തതിനെ വിവേചിച്ചറിഞ്ഞ് ഓഫ് ചെയ്ത് വെക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എൻ്റെ കർത്താവിന്. അപ്പൊ ജഡത്തെ നമ്മൾ ക്രൂശിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിനനുസരിച്ച് നടന്നാൽ, ആത്മാവിന്റെ സ്വഭാവത്താൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് മുഖാന്തരം എനിക്ക് ജഡത്തെ ക്രൂശിക്കാൻ പറ്റും, എനിക്ക് ജഡത്തെ കൊല്ലാൻ പറ്റും. ഞാൻ ആത്മീക ഭക്ഷണം കൊണ്ട് എൻ്റെ ബുദ്ധിയെ നിറയ്ക്കുമ്പോൾ, എൻ്റെ ഉള്ളത്തെ നിറയ്ക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എതിരെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വന്നാലും എന്നിൽ നിന്ന് ഒഴുകുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. അകത്തെന്ത് നിറയ്ക്കുന്നോ അതേ പുറത്തേക്ക് ഒഴുകൂ. അതുകൊണ്ടാണ് പറയുന്ന ആവശ്യമില്ലാത്തൊന്നും കേൾക്കാൻ പോകരുത്. ഇതകത്ത് കയറിയാൽ ഇത് നിന്റെ മേൽ വാഴ്ച നടത്തും. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്തൊന്നും കാണാൻ പോകരുത്. പോയാൽ ഇത് നിന്റെ മേൽ കർത്തൃത്വം നടത്തും. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയ്ക്കകത്തേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരുവന്റെ മേൽ നല്ലൊരു ഭൂതം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏകദേശമൊക്കെ കണ്ടാൽ പിടികിട്ടും, മനസ്സിലാകും. അത്യാവശ്യം നല്ലൊരു ഭൂതമാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് മനസ്സിലാകും. ലെഗ്യോൻ 6000 ഭൂതങ്ങൾ ഒരുത്തന്റെ മേൽ കയറിയപ്പോൾ അത് നാട് മുഴുവൻ പേടിച്ചു, നാട് മുഴുവൻ അറിഞ്ഞു. അതിൽ 2 ഒരു പന്നിയുടെ മേൽ കയറിയപ്പോൾ അതിനെ കൊന്നു കളഞ്ഞു. അപ്പൊ ഒരു ഭൂതം ഒരുത്തന്റെ മേൽ കയറിയ കാണാൻ അറിയാമെങ്കിൽ അതിനേക്കാൾ എത്രയോ ശക്തിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വാഴുമ്പോൾ 4 പേർ അറിയണ്ടേ? സ്തോത്രം ദൈവത്തോട് പറ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ പവർ എന്തെന്ന് നെടുമ്പുറം ദേശം മുഴുവൻ അറിയണം. ഇത് ദുരാത്മാവ് ഉള്ളപ്പോൾ മാത്രമല്ല അറിയേണ്ടത്, നിന്റെ മേൽ അഭിഷേകം ഉള്ളപ്പോൾ ദേശം അറിയണം. ഇവന്റെ മേൽ അഭിഷേകമുണ്ട്, ഇവന്റെ മേൽ ദൈവകൃപയുണ്ട്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി നടക്കുമ്പോൾ നിന്റെ അകത്തൂടെ ദൈവശക്തി വ്യാപരിക്കണം. നീ നടക്കുമ്പോൾ നിന്റെ അകത്തൂടെ അഭിഷേകത്തിന്റെ വ്യാപാരം ഉണ്ടാകണം. നീ നോക്കുമ്പോൾ പിശാച് അവൻ സ്വത്രം അലറാൻ തുടങ്ങണം. അവന് നിൽക്കാൻ പറ്റാത്തൊരാത്മാവിന്റെ പവറിനകത്തേക്ക് ഗോസ്പൽ സെന്ററിലെ ദൈവമക്കൾ ആത്മാവിലൊന്ന് കയറി വരണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ബലഹീനതയ്ക്കകത്തേക്ക് നിന്നെ പിടിച്ചു താഴ്ത്തുന്ന പൈശാചിക സ്വാധീന ശക്തിയെ ആത്മാവ് ചവിട്ടി മെതിക്കാൻ, ആത്മശക്തി ആർജിച്ചെടുക്കാൻ. ഞാനും കരയുന്ന കാര്യം ഇത് തന്നെയാണ് കർത്താവേ. അങ്ങ് പോയപ്പോ അങ്ങയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മഹത്വം ദേശം പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, മോശയെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല ഇത്, ഏലീശയെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല ഇത്, ഏലിയാവിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല ഇത്. ഇതിനകത്ത് ദാഹമുള്ള ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവൻ നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് പറ്റും. അമിച്ചഗിരി യൂണിറ്റ്, ചക്കുളം യൂണിറ്റ്, നീരാറ്റുപുറം യൂണിറ്റ്, ചാത്തങ്കരി സൗത്ത് ഈസ്റ്റ് ഒരുമിച്ച് വാതുറന്ന പ്രാർത്ഥിക്ക്. എന്റെ ഉള്ളിൽ നിന്ന് ഈ നദി ഒഴുകണം, എന്റെ ഉള്ളിൽ നിന്ന് ഈ അഭിഷേകത്തിന്റെ നദി ഒഴുകണം. ഒരു നിറവല്ലവൽ പകരം അത് സമ്മതിക്കാതെ പോരാടുന്ന ശക്തി എന്താ? പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്തതെന്താ? വചനം ധ്യാനിക്കാൻ സമ്മതിക്കാത്തതെന്താ? ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അതിനെ ചവിട്ടി മെതിക്ക്, അതിനെ ചവിട്ടി മെതിക്ക്. അപ്പോ we need your mighty power, we need your mighty power, we need your mighty power. നിന്റെ ആത്മശക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റും?
എനിക്ക് അങ്ങയുടെ അഭിഷേകം ആവശ്യമാണെന്ന് എത്ര പേർക്ക് ദൈവത്തോട് നിലവിളിക്കാൻ പറ്റും? ആത്മാവ് നിന്റെ മേൽ കർത്തൃത്വം പരിപൂർണമായി നടത്താൻ തുടങ്ങിയാൽ അതിൻ്റെ ഒരു കാഴ്ചയായി, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായി ദൈവം നിന്നിലൂടെ ഒഴുകണം. എൻ്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന് മൈക്കെടുത്ത് ഞാൻ പറഞ്ഞിട്ടല്ല, ദേശത്തിലെ ദുരാത്മാക്കളത് പറയട്ടെ, എന്നോട് സംസാരിക്കാൻ വരുന്നവർ പറയട്ടെ. അവനൊരു സാധാരണ മനുഷ്യനല്ല, അവൻ്റെ വാക്കിനകത്തൊരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനൊരു സാധാരണ മനുഷ്യനല്ല. എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം, അവൻ അകത്ത് കയറി ശാലോം എന്നുള്ള ഒറ്റ പദം പറഞ്ഞപ്പോൾ, സമാധാനം എന്ന ഒറ്റ പദം പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ നാമം എന്ന ഒറ്റ പദം പറഞ്ഞപ്പോൾ, എൻ്റെ കൂടാരത്തിനകത്തുള്ള അസമാധാനത്തിൻ്റെ കെട്ടടിഞ്ഞ് ദുരാത്മാക്കൾ മുട്ടുമടക്കിയെന്ന് ദേശം പറയട്ടെ. ഇന്ന് രാത്രി നിന്നെ ചോദിച്ച് ചിലത് നിന്റെ വീടിനകത്തേക്ക് വരട്ടെ. ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രിയ അമ്മാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാട് പറയട്ടെ. ആത്മാവിൽ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം, സാധാരണ പോലെ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച് മരിച്ച് കൈയടിച്ച് പോകാനല്ല കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എൻ്റെ അകത്തുണ്ടെന്ന് ദേശം അറിയട്ടെ. നമുക്കൊത്തിരി പ്രാർത്ഥനയുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ വിഷയങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഞാൻ പറയട്ടെ, കർത്താവിനുണ്ട് പ്രാർത്ഥനാ വിഷയം. ആ കർത്താവിൻ്റെ പ്രാർത്ഥനാ വിഷയം എൻ്റെ വിഷയം ഒന്നാക്കി മാറ്റണം. എന്താണ് കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനാ വിഷയം? അങ്ങയുടെ പ്രാർത്ഥനാ വിഷയം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും പിതാവായി മാറണം. എല്ലാവരും മക്കളെന്ന പദവിക്കകത്തേക്ക് എല്ലാവരും കടന്നു വരണം. യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ മാത്രം കൈകൊട്ടി പാടും എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. നാട് മുഴുവൻ യേശുവിനെ ആരാധിക്കണം. ഞാനും എൻ്റെ കുടുംബവും മാത്രം പോരാ. ഞാൻ ആരാധിക്കുന്നെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള അച്ഛനും അമ്മാമയും ദൈവത്തെ ആരാധിക്കണം. യേശു കർത്താവ് വരുമ്പോൾ ഞാൻ പോയാൽ പോരാ, അവരും എടുക്കപ്പെടണമെന്ന ആത്മദാഹമുള്ള ആത്മഭാരമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഞാനൊരു കാര്യം പലപ്പോഴും പറയാറുണ്ട്, ഒരു ദേശത്ത് വീട് വെച്ച് നിങ്ങൾ താമസിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ദേശത്തിൻ്റെ മേലുള്ള അധികാരത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ദേശത്തെ വാഴുന്ന അന്ധകാര ശക്തിയേക്കാൾ പവറുള്ള ആത്മശക്തിയുള്ള പ്രാർത്ഥിക്കുന്ന ദൈവവചനം വായിക്കുന്ന ഉപവസിക്കുന്ന ദൈവശക്തിയെ വഹിക്കുന്ന നീയാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ തീരുമാനിക്കത്തക്ക വിധത്തിൽ ഒരാത്മാവിൻ്റെ ബലത്തിനകത്തേക്ക്, ആത്മാവിൻ്റെ ശക്തിക്കകത്തേക്ക് നമ്മൾ ഇന്ന് രാത്രി മുതൽ കയറി വരാൻ തീരുമാനിക്കണം. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ ഇത് തീരുമാനാധിഷ്ഠിതമാണ്. തീരുമാനമെടുക്കാതെ ഇതൊന്നും സംഭവിക്കത്തില്ല. സമർപ്പിക്കാതെ ഇതൊന്നും സംഭവിക്കത്തില്ല. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? സ്വർഗസ്ഥനായ ദൈവം സകല എണ്ണത്തിൻ്റെ പിതാവാകണം. അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ രാജ്യം വരണം. എന്താണ് അതിൻ്റെ അർത്ഥം? അടുത്തത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലുമാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം ഇവിടെ ഉണ്ടോ? ഗോസ്പൽ സെന്ററിൽ ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടോ? എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പറയാം ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ പറയും കൈയടിച്ചാരാധിക്കുന്ന പള്ളിക്കകത്ത് പോലും ദൈവരാജ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടാരത്തിനകത്ത് ദൈവ ഇഷ്ടം നടക്കുന്നുണ്ടോ? ഞാൻ പറയും അവൻ്റെ രാജ്യം എൻ്റെ കൂടാരത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിനകത്ത് നടക്കുന്നുണ്ടോ എങ്കിൽ എന്നിൽ കർത്താവിൻ്റെ രാജ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ രാജ്യം വരണം. എന്താണ് ആ രാജ്യം? രാജാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രജകൾ ജീവിക്കുന്ന, രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രജകൾ ജീവിക്കുന്നെങ്കിൽ ആ രാജാവിന് അഭിമാനത്തോടെ എവിടെയും പറയും ഇത് എൻ്റെ രാജ്യമാണ്. അത് തന്നെയാണ് മഹാരാജാവ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. എന്താണ് യേശുവേ അങ്ങയുടെ പ്രാർത്ഥനാ വിഷയം? എൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കണം. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? എൻ്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ സാധിക്കപ്പെടണം. അതാകട്ടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ആ ഒറ്റ വിഷയം മുമ്പിൽ വെച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അത് കഴിഞ്ഞ് താഴോട്ട് വരിക, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ തന്നെ വ്യക്തമാക്കി കർത്താവ് തന്നു. മുന്നമേ എൻ്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ താഴോട്ടുള്ള കാര്യം ഞാൻ നടത്തി തരാമെന്നാണ്. പക്ഷെ ഒറ്റ കാര്യം, ഈ സംഭവം മുന്നമേ വെക്കണം. രാജ്യനീതി മുന്നമേ ഈ വെക്കണം. വെച്ചാൽ മറ്റുള്ള കാര്യം കർത്താവ് ഏറ്റു.
കർത്താവേറ്റു. യേശു കർത്താവിൻ്റെ ക്രൂശ് ഒന്ന് ചുമന്നതേ ഉള്ളൂ ശീമോൻ. ഞാൻ പലപ്പോഴും ഭാവനയിൽ പറയാറുണ്ട്, ആമേൻ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ സാമ്പത്തികം കാണത്തില്ല. എന്തൊക്കെയോ നിരാശയില്ല ശീമോൻ വയലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എന്തൊക്കെയോ നിരാശയുണ്ട്. എൻ്റെ മക്കളെ ഒന്ന് പഠിപ്പിക്കണം, നല്ല രീതിയിൽ ഒരു നല്ല ജോലിയൊക്കെ മേടിച്ചു കൊടുക്കണം, അവരെങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള നിരാശയും ഭാരമായി, എൻ്റെ കയ്യിൽ കെട്ടുന്ന പണം ഇതിനൊന്നും തികയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ആയിരം ചോദ്യമായി ശീമോൻ വയലിൽ നിന്ന് തിരിച്ചു വരിക എൻ്റെ ഭാവനയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് നിർബന്ധിതനായി താൻ ക്രൂശ് ചുമന്നു. ഒരാളുടെ ക്രൂശ്, ആരുടെ ക്രൂശാണ്? ആദ്യമായിട്ടാണ് ക്രൂശ് ശപിക്കപ്പെട്ടതാണ്. പക്ഷേ ആമേൻ, യേശുവിൻ്റെ രക്തം പതിപ്പിക്കപ്പെട്ട ആ ക്രൂശ് ഒന്ന് ചുമന്ന് 2-3 അടി മുമ്പോട്ടൊന്ന് നടന്നപ്പോൾ ഒരാൾ വന്ന് തട്ടി മാറ്റി പിടിച്ചേച്ച് ശീമോൻ, പ്രൈസല്ലോ, ശീമോനോട് പറഞ്ഞു പൊക്കോളം പറഞ്ഞു, ഇനി ഞാൻ പിടിച്ചോളാം, പ്രൈസല്ലോ. പോകുന്നിടത്ത് ശീമോനോട് ഒരു കാര്യം പറഞ്ഞു, ശീമോനെ ഒന്ന് നിന്നെ, പിള്ളാരുടെ കാര്യം ഞാൻ ഏറ്റു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എൻ്റെ കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം വിഭജിക്കുന്ന ഒരു തമ്പുരാൻ ഉയരത്തിലുണ്ടെന്ന് എത്ര പേർ വിശ്വസിച്ച് സ്തോത്രം ചെയ്യും? ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ്റെ സകല കാര്യവും നടത്തിക്കൊള്ളാമെന്ന് എൻ്റെ ദൈവം ഉറപ്പ് തന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ഒറ്റ കാര്യം, മുന്നമേ അവൻ്റെ രാജ്യമാകട്ടെ, മുന്നമേ അവൻ്റെ നീതിയാകട്ടെ, മുന്നമേ അപ്പൻ്റെ ഇഷ്ടമാകട്ടെ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമെന്ന് പാട്ടുകാരൻ പാടി പറയുന്നത് പോലെ ദൈവത്തോട് സമർപ്പണ മനോഭാവത്തോടെ, അർപ്പണ മനോഭാവത്തോടെ അപ്പനോടൊന്ന് പറ, എൻ്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും മൂക്കിൽ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ ഇഷ്ടം ഈ ഭൂമിയിലൊന്ന് തികച്ചൊന്ന് പറന്നുയരാൻ എനിക്ക് താല്പര്യമുണ്ട് പിതാവേ എന്നുള്ള ആഗ്രഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയൊന്ന് ഉയർത്തോ. ഇന്ന് രാത്രി ദൈവമക്കൾ തയ്യാറാകണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള പരമപ്രധാനമായ കാര്യം. പ്രൈസല്ലോ, ഒരു ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞാട്ട്. പ്രൈസല്ലോ, ദൈവത്തിൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അവൻ സ്വത്രമാരും നശിച്ചു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് പറയുന്ന കാര്യം ഇത് തന്നെയാണ്, ആത്മാവിൻ്റെ പ്രമാണം, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ മേൽ സംഭവിക്കണം. അല്ലാത്തത് പോരാടുമ്പോൾ, അല്ലാത്തത് നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷം വർദ്ധിക്കുമ്പോൾ അതിനെ കണ്ടുപിടിച്ച് അതിനെ ക്രൂശിക്കണം. എങ്ങനെയാണ് മറ്റൊരു സ്പിരിറ്റ് എൻ്റെ മേൽ വാഴ്ച നടത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ അനുസരണക്കേടിൻ്റെ ആത്മാവ്, കോപത്തിൻ്റെ ആത്മാവ്, ഇതൊക്കെ എങ്ങനെ എൻ്റെ അകത്ത് കയറുന്നത്? കോപിക്കാനുള്ളൊരു സാഹചര്യം മുമ്പിൽ കൊണ്ടിടും. അവിടെ ഞാൻ കോപിച്ചു കഴിയുമ്പോൾ ഈ കോപത്തിൻ്റെ ദുരാത്മാവിന് എൻ്റെ അകത്ത് കയറാനുള്ള ഒരു അനുവാദം ഞാൻ കൊടുക്കുക, ഒരു ആക്സസ് ഞാൻ കൊടുക്കുക. പക്ഷെ ആ സാഹചര്യത്തിനകത്തു നിന്നും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റുകയല്ല, ദൈവകൃപയിൽ ആശ്രയിച്ച്, പ്രൈസ് ദി ലോർഡ്, ആ അവസരത്തിൽ നീ വഴിമാറിയാൽ, അവിടെയും സ്നേഹത്തിൻ്റെ ആത്മാവ് നിന്നിലൂടെ ചലിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അവിടെ പിശാച് ഒരുക്കിയ പദ്ധതി അവിടെ തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി നമ്മൾ പരിപൂർണമായി ആത്മാവിൽ നയിക്കപ്പെടുകയാണോ ഇല്ലയോ ഒരു ടെസ്റ്റ് നടത്താം. അതിങ്ങനെ ഇരിക്കും. ഒരാൾ എന്നോട് വഴക്കുണ്ടാക്കുന്നു, ഞാൻ അദ്ദേഹത്തെക്കാൾ ശബ്ദത്തിൽ തിരിച്ചു പറയുമ്പോൾ ഞാൻ ജയിച്ചു, അല്ലേ? ഇതാണ് ലോകത്തിൻ്റെ സിസ്റ്റം. ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞടിച്ചമർത്തി, അല്ലെങ്കിൽ ഒരു അടിയും കൊടുത്ത് താഴെ ഇട്ടു, ഞാൻ ജയിച്ചു, അദ്ദേഹം തോറ്റു. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നിന്റെ തോൽവിയെ ഓർത്ത് അട്ടഹസിച്ച് കൈയടിക്കുന്ന ഒരു പിശാചുണ്ട്, അതറിയാവോ? പ്രൈസലോ, ഒരു വർത്താനം പിശാച് ഇങ്ങോട്ട് പറയുമ്പോൾ 10 വർത്താനം അങ്ങോട്ട് ആ വ്യക്തിയോട് തിരിച്ചു പറയുമ്പോൾ, ആമേൻ, ഞാൻ തോൽക്കുകയാണെന്ന്. എവിടെ? ആത്മമണ്ഡലത്തിൽ ഞാൻ തോക്കുക. അതാണ് മറ്റൊരു വാക്യത്തിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഈ ദുഷ്ടാത്മ സേനയോട് ഞാൻ പോരാടി ജയിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോട് എന്ന് പറഞ്ഞ സഹോദരന്മാരോടല്ല, സഹോദരിമാരോടല്ല. അവരോട് ഞാൻ പോരാടുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പാ ആത്മലോകത്തിൽ നീ ജയിക്കത്തില്ല. ആത്മലോകത്തിൽ പോരാടി നീ ജയിക്കണമെങ്കിൽ, നീ പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ,
നിന്റെ ശാസനയ്ക്കകത്ത് പിശാചിന്റെ മുട്ട് വിറയ്ക്കണമെങ്കിൽ ഒറ്റ കാര്യം, ജഡരക്തങ്ങളോട് ഞാൻ പോരാടാത്തവനായിരിക്കണം എന്ന് പറഞ്ഞ ക്ഷമയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തൂടെ വ്യാപരിക്കപ്പെടണം, എൻ്റെ അകത്തൂടെ ഒഴുകാൻ തുടങ്ങണം. ഈ ആത്മാവ് എൻ്റെ അകത്തൂടെ ഒഴുകാൻ തുടങ്ങുമ്പോൾ ജഡീക ശക്തികൾ മുട്ടുമടക്കുക, പൈശാചിക സേനകൾ വിറയ്ക്കുകയാണ്, അവൻ പരാജയപ്പെടുകയാണ്. തൻ്റെ കന്നത്തടിച്ചവർക്ക് വേണ്ടിയും പ്രൈസല്ലോ അവരുടെ മുമ്പാകെ രോമം കത്രിക്കുന്ന കുഞ്ഞാടിനെ പോലെ സൗമ്യതയെ തെളിയിച്ചു കാണിക്കാൻ യേശുവിനെ പറ്റിയെങ്കിൽ അവൻ്റെ മുമ്പിലാണ് പിശാച് മുട്ടുമടക്കാൻ പോകുന്നത്. അവനാണ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഏ പാതാളമേ നിന്റെ ജയമെവിടെയെന്നും നിന്റെ വിഷമുള്ളവിടെയെന്നും അധികാരത്തോടെ ഗർജിക്കാൻ പറ്റുന്നത്, സൗമ്യത തെളിയിച്ച് കാണിക്കാൻ പറ്റുന്ന യേശുവിനാണ്. സൗമ്യതയുള്ളവൻ ചിലതിനെ അവകാശമാക്കുന്ന. അവ ഈ ദൈവിക സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയും, നീ ഒരു ജയാളിയാണ്, നീ ഒരു ജയാളിയാണ്. ഈ അവസരങ്ങൾ പിശാച് മുമ്പിൽ കൊണ്ടിടുമ്പോൾ അവിടെ ആത്മീയത വെളിപ്പെടുത്തി കാട്ടണം. പ്രൈസല്ലോ, ഹല്ലേലൂയ. എതിരെ സംസാരിക്കുന്നവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും മനസ്സിൽ വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആരോടാണോ മനസ്സിൽ വിഷമമുള്ളത് അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കണം. ശരിക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ആ ഭാരം അങ്ങ് മാറും. ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? ഞാനിത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് നാട്ടിലായിരുന്നപ്പം കർത്താവിനോട് പറഞ്ഞൊരു ടിപ്പാണ്. ഈ ടിപ്പ് കേട്ട അന്ന് മുതൽ ഏതാണ്ട് ഒരു 6-7 മാസത്തേന് ഒരു കുടുംബത്തെ ഞാൻ നിരന്തരമായി അനുഗ്രഹിക്കുമായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞിട്ട് കർത്താവിന്. അങ്ങനെ അനുഗ്രഹം ആരും മേടിക്കാൻ നിൽക്കരുത്. നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ ചില സ്വാധീന ശക്തികൾ നമ്മളെ തൊടാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വാഴ്ച നടത്തട്ടെ. നമ്മൾ ക്രിസ്ത്യാനിയാണെന്നും പെന്തക്കോസുകാരനാണെന്നും എങ്ങനെ അറിയുന്നേ? മീശ പഠിച്ചത് കൊണ്ടോ മാലിന്യമ്മൽ ഇടാതിരിക്കുന്നത് കൊണ്ടോ അല്ല, ദൈവ സ്വഭാവം കൊണ്ടറിയണം. അതാണ് ബൈബിൾ പറയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള ബൈബിൾ അതാ പറയുന്നത്. അതാണ് പെന്തക്കോസുകാർ, അതാണ് ഏതുകാർ? പെന്തക്കോസുകാർ. എന്താണ്? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവർ, വായിൽ നിന്ന് സ്നേഹത്തിൻ്റെ ആത്മാവിൽ നടത്തുന്നവർ. ഒരുവനെ ഒരു തെറ്റ് കണ്ടാൽ അവനെ പറ്റി 10 പേരോട് പറയുകയല്ല, അവനെ മാറ്റി വിളിച്ച് സൗമ്യതയുടെ ആത്മാവിൽ അവന് കാര്യം പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥമായ പെന്തക്കോസുകാരൻ, അഥവാ യഥാർത്ഥമായ ആത്മാവിൽ നയിക്കപ്പെടുന്നവൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ട് കർത്താവിന്. ഇന്ന് രാത്രി നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് ഇങ്ങനെയാണ് തെളിയിക്കേണ്ടത്. നിങ്ങൾ ഫലം കായ്ക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. എപ്പോ? ഫലം കായ്ക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം. അങ്ങനെയെങ്കിൽ നീ അവൻ്റെ തലമേൽ തീക്കണൽ കുന്നിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ സഹോദരൻ എനിക്കിട്ട് പണി തരുമ്പോൾ, സ്തോത്രം, അങ്ങനെ പണി തരുന്നവന് ഭക്ഷണം കൊടുത്താൽ അവൻ്റെ മേൽ ഇടുത്തി വീഴുന്നാണോ? ആണോ? അങ്ങനെയല്ലോ ഒറ്റ വായനയും നമുക്ക് തോന്നുന്നേ അല്ലേ? അവൻ്റെ തലമേൽ എന്തോ കുന്നിക്കും, തീക്കണ കുന്നിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അവന് തിന്നാൻ കൊടുത്താൽ ഇടുത്തി വീഴുന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അങ്ങനെ അല്ല, അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇത് എഴുതിയ പാശ്ചാത്യ നാടുകളിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്കൊരു സഹോദരനോട് ഒരു വിഷയം ഉണ്ടായി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം വന്നു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, വേണ്ടായിരുന്നു, മോശമായിപ്പോയി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സോറി. അതല്ലേ നമ്മൾ പറയുന്നൊരു ഒറ്റ പദം, സോറി എന്നുള്ള പദത്തിനകത്ത് നമ്മൾ ഒതുക്കുകയാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അന്ന്. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ പാട്ടത്തിലെ ലാലിച്ചാനുമായിട്ടാണ് എനിക്ക് പ്രശ്നം. അങ്ങനെ ഇല്ലല്ലോ, ഇല്ല, ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ അച്ഛനുമായിട്ട് എനിക്ക് പ്രശ്നം. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പം എനിക്കൊരു തോന്നലായി, മോശമായിപ്പോൾ അച്ഛനോട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ബോധി എനിക്ക് വന്നപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ചെന്ന് സോറി പറയല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തലയിലൊരു പാത്രം എടുത്തു വെച്ചിട്ട് തീക്കണൽ അതേ കോരിയിടും. എന്നിട്ട് എൻ്റെ വീടിനകത്തുനിന്ന് ഞാൻ അത് ഇത്രയോ കിലോമീറ്റർ
ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെന്നല്ലെങ്കിൽ വട്ടം ചുറ്റിയൊക്കെ ഞാൻ നടക്കും. ഇത് അദ്ദേഹം കാണുന്നത് എന്താണെന്ന് അറിയുക, ഇത് വിളിച്ചറിയിക്കുന്നത് ക്ഷമ ചോദിക്കുക, സോറി പറയുക, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയിന്ന് ഞാൻ അറിയിക്കുക. ഇതാണ് ഇതിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? സോറി എന്ന് ഒറ്റ വാക്ക് പറയില്ല, തലയിൽ തീക്കനൽ പാത്രത്തിനകത്ത് വെച്ച് ഞാൻ നടക്കുക. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ കർത്താവ് പറയുന്നു ഞാനത് തോന്നിപ്പിക്കണം. എങ്ങനെ? അച്ഛാൻ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും, ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ ചെയ്തിട്ടും, എന്തൊക്കെ ചെയ്തിട്ടും ഈ മനുഷ്യൻ ഒരു വാക്ക് എനിക്കെതിരെ പറയുന്നില്ല. അദ്ദേഹം നല്ലതേ പറയുന്നുള്ളൂ. ഞാൻ തല്ലാൻ ചെയ്താലും മോനെ എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ എന്ന് മാത്രമേ അച്ഛൻ ചോദിക്കുന്നുള്ളൂ. വീട്ടിൽ ചെന്ന് ഞാൻ ചിന്തിക്കും, ഞാൻ ഇത്രയും ചെയ്തിട്ടും, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു വിഷയം ഉണ്ടായി, വിഷയം ഉണ്ടാകുമ്പോൾ മാനുഷികമായി അദ്ദേഹം ആഘോഷിക്കുക ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം, എനിക്കൊരു സാമ്പത്തിക വിഷയമാണ്, ഒരു ഭയങ്കര കടവാ, ഒരു ഭയങ്കര ആപത്തിനകത്ത് നിൽക്കുക, അദ്ദേഹം അതറിഞ്ഞു, പണം കൊടുത്ത് എന്നെ സഹായിച്ചു, എനിക്ക് നന്മ അദ്ദേഹം ചെയ്തു. അപ്പോൾ എനിക്ക് ബോധ്യമുണ്ടായി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഞാൻ ഈ തീക്കനൽ തലയിൽ കുന്നിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? നന്മ നീ ചെയ്താൽ, നിന്റെ ശത്രുവിനെ നീ തിന്നാൻ കൊടുത്താൽ, അവന് കുടിപ്പാൻ കൊടുത്താൽ, അവനെ നീ ചിന്തിപ്പിക്കും, അവനെ ചിന്തിപ്പിക്കും. ഇന്ന് പകലിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിനകത്തേക്ക് ഈ രാത്രി നമ്മൾ ഓരോരുത്തരും വളർന്നു വരണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധം പറയുന്നത്. നിന്നെ അടിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിനക്കെതിരെ പോരാടുന്നവർക്ക് വേണ്ടി ഒന്ന് മുട്ടിന്മേൽ നിന്ന് കരയുകയും അവനെ ഒന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ നിനക്ക് പറ്റിയാൽ ഞാൻ പറയുന്നു, അവിടെ ഒരു മാനസാന്തരത്തിൻ്റെ ആത്മാവ് ചലിക്കുകയാണ്, അവിടെ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി നമ്മളിലൂടെ ഒഴുകേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന സ്നേഹത്തിന്റെ ആത്മാവാണ്, ക്ഷമയുടെ ആത്മാവാണ്, ഐക്യതയുടെ ആത്മാവാണ്, ചേർത്ത് പിടിക്കുന്ന ആത്മാവാണ്. അത്തരത്തിലൊരു ആത്മാവ്, അത്തരത്തിലൊരു സമാധാനത്തിന്റെ ആത്മാവ്, ഐക്യതയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, കൈത്താങ്ങലിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ഉരുവായി തുടങ്ങിയ ആത്മാവ് ഞാൻ പറയാം, പൈശാചിക പദ്ധതി നിന്റെ മേൽ വിജയിക്കാതെ വണ്ണം നിന്നെ ജയിപ്പിക്കുന്ന ഒരു ദൈവ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സഹിഷ്ണുത കാണിച്ച് ജീവിതത്തിനകത്തൂടെ നീ നടന്നാൽ വാഗ്ദത്തം നിനക്ക് കാണാൻ പറ്റുമെന്ന് ലേഖനത്തിനകത്ത് പറയുന്നത് പോലെ ജീവിതത്തിനകത്തൂടെ നീ തെളിയിക്ക്, ഞാൻ അവന്റെ പ്രമാണത്തെ അനുസരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ജീവിതം കൊണ്ട് എനിക്ക് ക്ഷമയുണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റണം. എപ്പോൾ? നിനക്ക് നന്മ ചെയ്യുന്നവന് വേണ്ടിയല്ല, അല്ലാത്തവനെ സ്നേഹിക്കാൻ, അവനെ പ്രോത്സാഹിപ്പിക്കാൻ, അവനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ അകത്തൂടെ വ്യാപരിക്കേണ്ടത് ആത്മാവിൻ്റെ പ്രമാണമാണ്, ആത്മാവിൻ്റെ സ്വാധീനമാണ്, ആത്മാവിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളിലൂടെ ഒഴുകണം, നമ്മുടെ ഈ ശരീരത്തിലൂടെ ഒഴുകണം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും എന്നിൽ ഭരണം നടത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന്? ഞാൻ പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നുണ്ടെന്ന് ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ പറ്റും? അപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ എനിക്ക് കഴിയുന്നെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ മേൽ നിറവേറപ്പെടുന്നെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? ഇന്ന് രാത്രി പരിശുദ്ധം ആഗ്രഹിക്കുന്നത് ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്നൊരു തലമുറയെ പരിശുദ്ധൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കരം ഒന്ന് കോർത്തു പിടിച്ച്, രണ്ടുപേർ വെച്ച് കരം കോർത്തു പിടിക്കുക. രണ്ടുപേർ മാത്രം. പ്രൈസ് ദി ലോർഡ്. ശറമനല ഖമനലം സിഖിതിമിൽ ബൗഷഖമനഗസിയാദ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിന്റെ സകല ബുദ്ധിമുട്ടിനും സകല തകർച്ചയ്ക്കും കാരണം ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന സഹോദരനാണെന്ന് ചിന്തിച്ചാൽ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം, അവനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി ചെയ്ത ക്രൂശിലെ കള്ളനോട് ക്രൂശിൽ വെച്ച് കർത്താവ് ക്ഷമിച്ചെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, നിനക്കെതിരായി ബുദ്ധിമുട്ടും പ്രയാസവും അഴിച്ചുവിട്ട ആ വ്യക്തികളില്ലേ, ആ വ്യക്തിയാണ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നെന്ന് ചിന്തിക്കും. ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യം, ഇവനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ?
ഇന്ന് രാത്രി ആ വിഷയത്തിനകത്തൊരു വിടുതലിന്റെ ശുശ്രൂഷ കർത്താവ് ചെയ്യാൻ പോവാ. ഒരു നിരപ്പിന്റെ ആത്മാവ് ഇതിനകത്ത് ചലിക്കുക, ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ഇതിനകത്ത് വെളിപ്പെടുക. ഒന്ന് പ്രാർത്ഥിച്ച ഇവനോട് ഞാൻ പരിപൂർണമായി ക്ഷമിക്കുന്നെന്നും എനിക്ക് വിരോധമായി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിയെ താങ്കൾ എന്താണ് ചെയ്തെങ്കിലും ഞാൻ പരിപൂർണമായി ക്ഷമിച്ചിരിക്കുന്നെന്ന് ഹൃദയം തുറന്നൊന്ന് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? വിട്ടുകളയാൻ പറ്റുമോ? വിട്ടുകളയാൻ പറ്റുമോ? ഇതുവരെ ചെയ്തതെല്ലാം ക്ഷമിക്കാൻ പറ്റാത്തതാകട്ടെ, 1000 പരാതികൾ നിനക്ക് പറയാനുണ്ടാകും, 10,000 കണക്കിന് പരാതികൾ നിനക്ക് പറയാനുണ്ടാവും. പക്ഷെ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം, ക്ഷമിക്കാൻ പറ്റുമോ ഇന്ന് രാത്രി? ക്ഷമിക്കാൻ പറ്റുമോ ഇന്ന് രാത്രി? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ വിഷയത്തിനകത്ത് ചലിക്കുക. ചിലപ്പോൾ ഏതൊക്കെയോ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് തടസ്സം ഈ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ടഴിയുക. നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് പോയി നിരന്നുകൊള്ളണം. എന്നിട്ട് വന്നിട്ട് നീ യാഗം കഴിച്ചാൽ അതിന് മറുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ പ്രാർത്ഥിച്ച ഏതൊക്കെയോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ തടസ്സം എന്നിലുള്ള അക്ഷമയാണെങ്കിൽ, എന്നിലുള്ള കുറവാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? കർത്താവ് എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി ഞാൻ ഏറ്റു പറയുന്നു, കർത്താവ് കുറവുകൾ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവനോട് ക്ഷമിക്കാൻ പറ്റാത്ത അക്ഷമയുടെ കർത്താവ് അനുഭവങ്ങൾ ഒരുപാട് സമയം എൻ്റെ ഉള്ളത്തിൽ നിന്ന് ഉരുവായിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നു. എല്ലാം ഞാൻ മറക്കുന്നെന്നൊന്ന് പറയാൻ പറ്റുമോ? ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഞാൻ എല്ലാം ക്ഷമിക്കുകയാണ്, എല്ലാം മറക്കുകയാണ്. ഹൃദയം തുറന്ന് ഞാൻ ഈ രാത്രി മുതൽ ഇവനെ ചേർത്ത് പിടിക്കുകയാണെന്ന് പറയാൻ, ഇവനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണെന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? ഇന്ന് രാത്രി എൻ്റെ കർത്താവിന് അവൻ ശബ്ദമുയർത്തിയ കരമൊന്ന് അടിച്ച് എൻ്റെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, ആത്മാവിലെല്ലാം കയ്യെ ചേർത്തടിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാട്ട്. അക്ഷമയുടെ ചില ദുരാത്മാക്കൾ ഇന്ന് രാത്രി വേരോടെ ആലയത്തിനകത്ത് നിന്ന് അഴിഞ്ഞു മാറേണ്ടതിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ ചലനം ഇതിനകത്ത് വെളിപ്പെടുക. അനുവാദമില്ല. അക്ഷമയുടെ ദുരാത്മാവിനോട് ഞങ്ങൾ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. അക്ഷമയുടെ ദുരാത്മാവ് ഇന്ന് രാത്രി അഴിയട്ടെ. അക്ഷമയുടെ ദുരാത്മാവ് ഈ രാത്രി പുറത്തു പോ, ഈ രാത്രി പുറത്തു പോകോ, ഈ രാത്രി പുറത്തു പോകോ, ഈ രാത്രി പുറത്തു പോകുക. മനസ്സിനോട് പോരാടുന്ന, ശരീരത്തോട് പോരാടുന്ന ദുരാത്മ വ്യാപാരത്തെ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ബന്ധിക്കുകയാണ്. അവന്റെ രക്തത്താലും അവന്റെ വചനത്താലും ഞങ്ങൾ ജയം കൽപ്പിക്കുന്നു, ജയം പ്രഖ്യാപനം ചെയ്യുന്നു. ഈ രാത്രി അഴിയട്ടെ. അക്ഷമ മുഖാന്തിരം വ്യാപരിക്കുന്ന രോഗശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. രോഗബന്ധനങ്ങൾ ഈ രാത്രി അഴിയട്ടെ. അതെന്തുമാകട്ടെ, അക്ഷമ മുഖാന്തിരമാണെങ്കിൽ ഇന്ന് രാത്രി അതിനോട് അഴിയം കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ദുരാത്മാവെ നിന്റെ കരം പിൻവലിക്കുക, നിന്റെ കരം പിൻവലിക്കുക. എല്ലാവരും മതാസനത്തിൽ എഴുന്നേറ്റ് നിന്നാട്ട്. നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ശക്തിയാണ്, ആത്മാവിന്റെ ബലമാണ്. ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം എന്നിൽ എവിടെയൊക്കെയോ വ്യാപരിച്ച പാപത്തിന്റെ പ്രമാണത്തെ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയാൽ കീഴടക്കണമെന്ന് താല്പര്യമുള്ള ദൈവമക്കളൊന്ന് സമർപ്പിക്കണം. ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ മുഴുവൻ എന്നിലൂടെ പ്രകാശിപ്പിക്കാൻ കർത്താവേ